ട്രംപ് ഈ കാനഡയുടെയും മെക്സിക്കോയുടെയും കാര്യം പറഞ്ഞില്ലേ, ഇല്ല അവർ നിങ്ങൾ താരിഫ് കൂട്ടിക്കഴിഞ്ഞാൽ അവർ തിരിച്ചടിക്കും. ട്രംപ് ചിരിയോടെ പറഞ്ഞു, അവർ കേൾക്കും, അവർ എൻ്റെ ആൾക്കാരാണ്. വി ഹാവ് ഡൺ സോ മച്ച് ഫോർ ദം, ദേ വിൽ ലിസൺ ടു മീ. അവർ കേട്ട് കഴിഞ്ഞപ്പോൾ 1 മാസത്തേക്ക് താരിഫ് വർദ്ധിപ്പിച്ചത് മരവിപ്പിച്ചു. ഇങ്ങനെ ട്രംപ് പറഞ്ഞ വാക്ക് പിൻവലിച്ചു. അങ്ങനെയല്ല, ഇവർ രണ്ടുപേരും ഫോൺ ചെയ്ത് പൊന്നിയേട്ടാ എന്താ ഈ കാണിക്കുന്നത്, ഞാൻ പറഞ്ഞത് കേൾക്കാമോ, എന്നാൽ 1 മാസത്തേക്ക് ഞാൻ താരിഫ് മാറ്റി വെച്ച് തരാം. എന്താ ചെയ്യേണ്ടത്, നിൻ്റെ അതിർത്തിയിൽ നിന്ന് എന്താ ഫെൻറ്റനിൽ മയക്കുമരുന്ന് അത് വരുന്നത് നിർത്തണം. അവിടെ മതിൽ ചാടി വരുന്ന കുറേ ചരക്കുകളുണ്ട്, അത് നിർത്താമെന്ന് പറഞ്ഞു. കാനഡ അവരുടെ അതിർത്തിയിലേക്ക് 1500 പട്ടാളക്കാരെ ഉടനെ അയച്ചു. മെക്സിക്കോയ്ക്ക് പ്രയാസമാണ്, കാരണം അവിടുത്തെ ഡ്രഗ് മാഫിയ വളരെ വലുതാണ്. ഡ്രഗ് കാർട്ടൽ എന്നൊക്കെ നമ്മുടെ ഇവിടെ മാഫിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തമ്മനും ഷാജിയൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ, കൊടിസുനി ഇതൊക്കെയാണ് നമ്മുടെ ഫിഗർ. ഇവരൊന്നുമല്ല. ഈ ഡ്രഗ് കാർട്ടലിന് അവരുടെ സ്വന്തമായ കപ്പലുണ്ട്, അന്തർവാഹിനിയുണ്ട്, മിസൈലുണ്ട്, ഡ്രോണുണ്ട്. അവർ ഫുൾ ഫ്ലെഡ്ജ് ഒരു രാഷ്ട്രത്തിൻ്റെ ശക്തിയുണ്ട് ഡ്രഗ് മാഫിയയ്ക്ക്. അതുകൊണ്ടാണ് മെക്സിക്കോയ്ക്കൊന്നും അവരെ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. വാസ്റ്റ് ഏരിയയിൽ, മെക്സിക്കോയിൽ മാത്രമല്ല, എൽ സാൽവഡോർ, ചിലി, പെറു, നമ്മുടെ ക്യൂബ, ഇവിടുത്തെ ആൾക്കാർക്ക് രോമാഞ്ചം വരുന്ന സ്ഥലം ക്യൂബളം. അതൊരു ഡ്രഗ് കാർട്ടലിൻ്റെ ഒരു സെൻറ്ററാണ് ക്യൂബ. അപ്പോൾ ഇങ്ങനെ എൽ സാൽവഡോറിൻ്റെ ഓഫർ കണ്ടില്ലേ അമേരിക്കയ്ക്ക്. എൽ സാൽവഡോർ പറഞ്ഞു, ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇങ്ങോട്ട് വിട്, അത് കൂടാതെ അവിടെ ക്രിമിനൽസ് ഉണ്ടല്ലോ അവരെ ഇങ്ങോട്ട് വിട്ടോ, ഞങ്ങൾ നോക്കിക്കോളാം, കാശ് തരണം. അതെന്താ എൽ സാൽവഡോർ പറയുന്നത്, അവരെ വലിയ ജയിലാണ്, 40,000 പേരെ താമസിപ്പിക്കാം ആ ജയിലിൽ, അത് ഒഴിഞ്ഞു കിടക്കുക, ചേട്ടൻ്റെ ക്രിമിനൽസ് ഉണ്ടെങ്കിൽ. കാരണം എൽ സാൽവഡോർ പച്ചയ്ക്ക് പറഞ്ഞു, അമേരിക്കയുടെ ജയിൽ സിസ്റ്റം തകരാറിലായിരിക്കുകയാണ്, അത്രയധികം പേരാണ് ജയിലിൽ. അപ്പം ഇതിന് പരിഹാരം എന്താ, പുതിയ ജയിലുണ്ടാക്കുക. ജയിലുണ്ടാക്കിയൊക്കെ വരുമ്പോൾ സമയമെടുക്കുമെന്നേ. ഇപ്പം ഞങ്ങളൊരു ഓഫർ അമേരിക്കയ്ക്ക് കൊടുക്കുന്നു, ഇല്ലീഗൽ ഇമിഗ്രൻസിനെ വിട്ടോ, ഞങ്ങളുടെ ആൾക്കാരെ ഞങ്ങൾ എടുത്തോളാം, പ്ലസ് നിങ്ങളുടെ ക്രിമിനൽസില്ല, അത് ഏത് രാജ്യത്തെ ആണെങ്കിലും വിരോധമില്ല. അവർ പറഞ്ഞു ഇറസ്പെക്റ്റീവ് ഓഫ് നാഷണാലിറ്റി, മോസ്റ്റ് വയലൻറ്റ് ക്രിമിനൽസ്, ഇങ്ങനെ തന്നെ എൽ സാൽവഡോറിൻ്റെ പ്രസ്താവന, മോസ്റ്റ് വയലൻറ്റ് ക്രിമിനൽസ് യു ട്രാൻസ്ഫർ ദം ടു അവർ ജയിൽ, വി വിൽ ലുക്ക് ആഫ്റ്റർ ദം. വലിയ ചാർജൊന്നും ഞങ്ങൾ ചോദിക്കില്ല കേട്ടോ, പെർ ഹെഡ് ചാർജ് കാശ് കൊടുക്കും. ഒരു പക്ഷേ അമേരിക്ക അത് സമ്മതിക്കും, കുറേ ദുരിതങ്ങൾ എൽ സാൽവഡോറിൽ പോയി തീരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിടും, കാശ് കൊടുത്താൽ മതിയല്ല. ദിസ് ഈസ് ദ ഇൻ്റർനാഷണൽ പ്ലേ വിച്ച് ഈസ് ഗോയിങ് ഓൺ. ഇത് മനസ്സിലാക്കാതെ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. പാലസ്തീൻകാരുടെ വീര്യം, എന്ത് വീര്യം, എന്തു കൊടുത്താൽ പാലസ്തീന് മതിയാകും, ഒന്നും കൊടുത്താൽ മതിയാവില്ല. കാരണം അവരുടെ നോട്ടം ജെറുസലേമാണ്. ജെറുസലേം അവർക്ക് കിട്ടാൻ പോകുന്നില്ല. ജെറുസലേം ഒഴിച്ച് വേറെ ഒന്നും സെറ്റിൽ ചെയ്യാൻ അവർ തയ്യാറുമില്ല. ആര്? ഹമാസ് തയ്യാറല്ല, ഫത്താ പാർട്ടി തയ്യാറാണ്, സാധാരണ ജനങ്ങൾ തയ്യാറാണ്. നാളെ മിക്കവാറും അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഈ ഫത്താ പാർട്ടിയെ ഉരുട്ടിയിടാനാണ് ഹമാസ് വന്നത്. വെസ്റ്റ് ബാങ്കിൽ അത് നടന്നില്ല, ഗസയിൽ നടന്നു. അങ്ങനെയാണ് ഗസ ഹമാസിൻ്റെ, അല്ലാതെ ഹമാസിന് ജനാധിപത്യ വിശ്വാസമുള്ളവരാണ്. ഗാസയ്ക്ക് ഒരു സ്വയംഭരണം കൊടുത്തു ഇസ്രായേൽ. ആ സ്വയംഭരണം കയ്യിൽ കിട്ടിയത് ഫത്താ പാർട്ടിക്കാണ്. ആ ഫത്താ പാർട്ടിയെ അട്ടിമറിച്ചിട്ട് ഹമാസ് അധികാരത്തിൽ വന്നു. ഇനിയിപ്പോൾ ഹമാസിനെ അട്ടിമറിക്കുന്ന ആരെങ്കിലും വന്നാലോ, അങ്ങനെയുള്ളവനെ വളർത്താനും മടിയില്ലാത്തവരാണ് അമേരിക്ക. താലിബാനെ ഉണ്ടാക്കിയത് അമേരിക്കയാണ്, താലിബാനെ ഇല്ലാതാക്കാനും അവിടെ ക്യാമ്പ് ചെയ്തത് അമേരിക്കയാണ്. ഇത് രണ്ടും. എന്നിട്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ചുമ്മാ അങ്ങ് ഇറങ്ങിപ്പോയി. എന്തൊരു പോക്കാണ് അമേരിക്ക പോയത്. ഈ കളികൾ മുഴുവൻ എത്രയോ വർഷമായിട്ട് അമേരിക്ക ഇത് ചെയ്യുന്നു. ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനം അത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ചെയ്തതാണ്. അല്ലെങ്കിൽ വായിച്ചിട്ട് ആലോചിച്ച് നോക്ക്, ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ആക്രമണം നടത്തിയത് അമേരിക്കയാണ്. 2ാം ലോക മഹായുദ്ധത്തിൽ ആറ്റം ബോംബ് ഉപയോഗിച്ച്, അതിന് മുമ്പോ അതിന് ശേഷമോ ആരും ആറ്റം ബോംബ് ഉപയോഗിച്ചിട്ടില്ല. അത് ചെയ്തത് അമേരിക്കയാണ്, ജപ്പാനിലിട്ടത്. പക്ഷേ അമേരിക്ക മനുഷ്യാവകാശത്തിൻ്റെ അപ്പോസ്തലനാണ്. ബാക്കി എല്ലാവരെയും മനുഷ്യാവകാശം പഠിപ്പിക്കുന്നവർ. അവരുടെ ഈ ചരിത്രം ഈ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ മെല്ലെ നരേറ്റീവ് മാറ്റിയെടുത്ത് പലവിധ ഹോളിവുഡ് ചിത്രങ്ങളിലൂടെയൊക്കെ അവരുടെ ബോംബിങ്ങിന് അവർ ന്യായം ഉണ്ടാക്കി കൊണ്ടുവന്നു.
എന്നിട്ട് അവർ ലോകത്തിൻ്റെ നെറുകയിലായി. ഇതാണ് അവരുടെ സാമർഥ്യം. ട്രംപ് വന്നു, അതുകൊണ്ട് ഡീപ്പ് സ്റ്റേറ്റ് തീർന്നിട്ടൊന്നുമില്ല. ട്രംപിനെയും കൂടെ ചേർത്ത് ഡീപ്പ് സ്റ്റേറ്റ് മുന്നോട്ട് പോകും. ആകെ ചില വ്യത്യാസങ്ങളുണ്ടാകും. ഇപ്പോൾ ബംഗ്ലാദേശിൽ അലമ്പുണ്ടാക്കുക, ട്രംപ് ഒരുപക്ഷെ പറയും ബംഗ്ലാദേശൊക്കെ വിടറേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കും. ബട്ട് ഡീപ്പ് സ്റ്റേറ്റ് ഈസ് റിക്വയർഡ് ഫോർ അമേരിക്ക. കാരണം ഡീപ്പ് സ്റ്റേറ്റ് അമേരിക്കൻ ഇൻട്രസ്റ്റിനാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഫാർമ ലോബി, ഓയിൽ ലോബി, ആംസ് ലോബി, ഇവരൊക്കെ ചേർന്നതാണ് അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ്. അതിനെ അമേരിക്കൻ പ്രസിഡൻറ്റ് ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല. അതിൻ്റെ ആക്ടിവിറ്റീസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ഡിസൈൻ ചെയ്തെന്ന് വരും. അപ്പോൾ വീണ്ടും ഈ പശ്ചിമേഷ്യയിൽ ഈ പ്രശ്നങ്ങൾ വീണ്ടും തുടരും എന്നാണോ? അതോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇസ്രായേൽ പറഞ്ഞില്ലേ, അവസാനത്തെ ഹമാസും തീരുന്നത് വരെ ഈ യുദ്ധം നീണ്ടു നിൽക്കും. അതങ്ങനെ തന്നെ.